അല്ല, എങ്ങനെയായാലും ഞങ്ങൾക്കതിലെ പ്രതികളാരാണെന്ന് അറിയണം. കേരളത്തിലെ പൊതുസമൂഹത്തിലെ പ്രതികൾ അറിയണം. തിരുവനന്തപുരം BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനും ഒരു പാർട്ടി ഓഫീസിന്റെ സുരക്ഷിതത്വം നോക്കേണ്ട ഒരു വ്യക്തിയാണ്. ഞങ്ങളും ആശങ്കയിലാണ്. കാരണം രാത്രി പ്രവർത്തനമുള്ള ദിവസങ്ങളിൽ, കൂടുതൽ പ്രവർത്തനമുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനം രാത്രി 12-1 മണി വരെ ഞങ്ങളുടെ പാർട്ടി ഓഫീസിലുണ്ടാവും. ഞങ്ങളുടെ സംസ്ഥാന കാര്യാലയം തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയും ഉൾപ്പെടെ ഉള്ളവരുണ്ട്. രാത്രി 12 മണിക്ക് 1 മണിക്കും ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഓഫീസിലേക്ക്. ഇനി സാമൂഹ്യ വിരുദ്ധരാണെങ്കിൽ തന്നെ രാത്രി രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിലേക്ക് വന്ന് പടക്കം മറിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ധൈര്യത്തിലാണ് പൊതുപ്രവർത്തനം നടത്തുന്നത്? ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഇതറിയാനുള്ള ആകാംക്ഷ കാണില്ല. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് തന്നെ അറിയാമായിരിക്കും ഇതാരാണ് ചെയ്യുന്നത്, മുതിർന്ന ആൾക്കാർക്ക്. പക്ഷെ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, ഞങ്ങൾക്കറിയണം ഇത്. അത് കണ്ടുപിടിച്ചു തരാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹം പറയണം എന്നെ കൊണ്ട് സാധിക്കില്ല, ഐ ആം ഹെൽപ്ലെസ്, അദ്ദേഹം പറയണം. ഇനി ഒരു ഇടതുപക്ഷ സഹയാത്രികനായ ഒരു ഷിബുസ്വാമി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് വേറെന്താണ്, ഷിബുസ്വാമി എന്നാണ് അറിയപ്പെടുന്നത്, നമ്മുടെ ഇവിടെ കുണ്ടമൻകടവ് ഭാഗത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹം അതിന് ആശ്രമം എന്നാണ് പേരിട്ടിരിക്കുന്നത്, ഞങ്ങളതിന് വീട്, അതില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനം, അവിടെ തീ പിടിച്ചു. ഷിബുസ്വാമിയുടെ ബിസിനസ് സംരംഭം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തീ പിടിച്ചു. അവിടെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറന്നെത്തിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, വർഷം 3 ആയില്ലേ പിണറായി വിജയൻ? വർഷം 3 ആയില്ലേ? അങ്ങയുടെ കയ്യിലേ ഇരിക്കുന്ന ഈ പോലീസ് എന്തേ ഷിബുവിന്റെ വീട് കത്തിച്ചാരാണ്, ഷിബുവിന്റെ വ്യവസായ സ്ഥാപനം കത്തിച്ചാരാണെന്ന് കണ്ടുപിടിക്കാൻ താങ്കൾക്ക് സാധിച്ചില്ല? അപ്പോൾ ബാക്കി എല്ലാ കേസിലെയും പ്രതികളെയും കിട്ടി. ബാക്കി ഏത് കേസിലെ പ്രതി ആയാലും ശരി. ഇപ്പോ ഒരു സോളാർ കേസിലെ ഒരു പ്രതി പരാതി കൊടുത്ത് 10 മിനിറ്റ് കൊണ്ട് അതിൽ കുറ്റക്കാരനെന്ന് നിങ്ങൾ കണ്ടെത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ റിമാൻഡ് ചെയ്യാൻ വേണ്ടി കോടതിയിലേക്ക് കൊടുത്തല്ലോ. ബാക്കി ഏത് സംഭവത്തിലാണ് നിങ്ങൾ പ്രതിയെ പിടിക്കും? എന്റെ ഷിബുവിന്റെ വ്യവസായ സംരംഭം കത്തിച്ച കേസിലെ പ്രതിയെ പിടിക്കാൻ സാധിക്കുന്നില്ല? ഈ AKG സെന്റർ ആക്രമിച്ച കേസിലെ പ്രതികളെ പിടിക്കാൻ സാധിക്കുന്നില്ല? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി വേറൊരു അപകടകരമായ സംഗതി കൂടെ ഉണ്ട്. ഇന്നലെ അവിടെ സന്ദർശിച്ച SDPI-കാരാണ്. SDPI-കാർ സന്ദർശിച്ചിട്ട് AKG സെന്ററിനുള്ളിൽ SDPI-കാർ പോയിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു. ഞാനത് ചോദിച്ചോട്ടെ, മര്യാദയ്ക്ക് ജീവിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ആസാദ് നടത്തും എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച SDPI-കാർ ഈ രാജ്യദ്രോഹ പ്രവർത്തനം നടന്ന SDPI-കാരെ പട്ട് പരവതാനി വിരിച്ച് AKG സെന്ററിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം ആ പാർട്ടിയുടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, ബഹുമാനപ്പെട്ട VS ഉണ്ടായിരുന്നുവെങ്കിൽ, ആരോഗ്യത്തോടെ കൂടി പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സമയം ഉണ്ടായിരുന്നുവെങ്കിൽ, AKGയോ P കൃഷ്ണപിള്ളയോ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ തന്നെ ശക്തമായ മറുപടി കൊടുക്കുമായിരുന്നു. ഇതൊക്കെ കടന്ന് എത്തപ്പെട്ടിരിക്കുന്നത് CPM-ന്റെ ഏതെങ്കിലും ഒരു വിശ്വസ്തർ അണികൾ എൻ്റെ ചർച്ച കേൾക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നപ്പോൾ പ്രത്യയശാസ്ത്രപരമായ ഒരു ചർച്ചയും ആ പാർട്ടിയിൽ നടന്നില്ല, എറണാകുളത്ത് നടന്നില്ല. ഏതു തരത്തിലും തുടർഭരണം, പിണറായി വിജയൻ നയിക്കുന്ന വഴിയെ പോയി തുടർഭരണം നേടി അധികാരം ആസ്വദിക്കണം എന്നൊരൊറ്റ ചർച്ച മാത്രമേ നടന്നുള്ളൂ. അപ്പോഴേക്കും പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ വരുന്ന ആരോപണങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടി AKG സെന്ററിൽ പടക്കമെറിഞ്ഞാലും AKG സെന്റർ കത്തിച്ചു കഴിഞ്ഞാലും ആ പാർട്ടിയുടെ അണികളൊക്കെ സഹിച്ചുകൊണ്ട് അടങ്ങിയിരിക്കണം എന്നൊരു സന്ദേശമാണ് കഴിഞ്ഞ 4-5 ദിവസമായിട്ട് വന്ധ്യംകരിക്കപ്പെട്ട പോലീസിന്റെ കീഴിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, നിങ്ങൾ ഒരു CBI അന്വേഷണം ആവശ്യപ്പെടൂ. ഇത് ഒരു പടക്കമെറിഞ്ഞ് 4 മെറ്റൽ, ആ ഭിത്തിയിലെ 4 മെറ്റൽ കഷ്ണം പോയതല്ല പ്രശ്നം. ഈ രാജ്യത്തിലെ ഒരു ദേശീയ പാർട്ടി 3 പേരേ ഉള്ളെങ്കിൽ അവർ 3 MP-മാരാ, 3 പേരേ ഉള്ളൂ. അവർക്ക് പറയുന്നതൊക്കെ വല്ലാറ്റൊക്കെ പറയും. ലോക്സഭയിൽ 3 MP-മാരുണ്ട്, രാജ്യസഭയിൽ MP-മാരുണ്ട്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മുഖ്യമന്ത്രി എവിടെ ഉണ്ടാകാം? ഞാൻ ഉൾപ്പെടെ ആശയപരമായി വിയോജിക്കുമ്പോൾ എൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഉണ്ടാകാം. ഈ പടക്കെറിഞ്ഞു, അദ്ദേഹം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ, ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട കോടിയേരി പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണെങ്കിൽ, LDF-ന്റെ കൺവീനർ ഇറങ്ങുന്ന സമയമാണെങ്കിൽ, ഒരു ദേശീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിന് പരിക്കുപറ്റുകയില്ലേ? അതിൽ ഞങ്ങൾക്കും ആശങ്കയുണ്ട്. ആശയപരമായി വിയോജിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കും ആശങ്കയുണ്ട്. ഞങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാൻ പിണറായി വിജയന് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങ് CBI അന്വേഷണം ആവശ്യപ്പെടൂ. ഇത് ഗ്രാവിറ്റിയുള്ള ഒഫൻസാണ്. അതൊന്നും ചെയ്യാതെ ഒരു ചർച്ച നടത്തി പോവുകയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി സ്വർണ്ണക്കടത്തിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടി ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവരുടെ പാർട്ടി ഓഫീസ് ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, ഒരു ഏരിയ കമ്മിറ്റി ഓഫീസല്ല, സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പടക്കറിയുന്ന ഒരവസ്ഥയിലേക്ക് അധപതിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഈ പാർട്ടിയിൽ ഈ അണികൾ ഇനിയും ഈ പാർട്ടിയിൽ കടിച്ചു നിൽക്കണമോ അതോ കണ്ണൂരിലെ കുഞ്ഞികൃഷ്ണന്റെ വഴി തേടണമോ എന്ന് ആ പാർട്ടിയിലെ അണികൾ ചിന്തിക്കണം. അവർ മയപ്പെടുത്തുകയാണോ എന്താണെന്ന് എനിക്കറിയില്ല. അവരെ കാണുമ്പോൾ തന്നെ ഇപ്പൊ ജനം
മിമിക്സ് പരേഡ് കലാകാരന്മാരെ കാണുമ്പോൾ ചിരിക്കുന്നത് പോലെ ചിരിക്കുകയാണ്. വലിയ അറിഞ്ഞോ അറിയാതെ കൊമേഡിയന്മാരായിട്ട് അവർ മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മതിലിനോട് ചേർന്നാണ് CPM ഇപ്പോൾ പുതിയതായിട്ട് പാർട്ടി ഓഫീസ് പണിയുന്ന സ്ഥലം. ഒരു മതിലാണ്. അതിൻ്റെ അപ്പുറത്ത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിലുള്ള റോഡ്, ആ റോഡ് കടന്നാൽ AKG സെൻ്ററാണ് സ്ഥലം. ഈ സംഭവം നടന്ന ദിവസം 11 മണിക്കാണ്, 11:10 ഞാൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും AKG സെൻ്ററിൻ്റെ മുന്നിലൂടെ ജനറൽ ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് പോകുന്നത്. എല്ലാ സമയത്തും, കാരണം ഇതിന് ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, മുതിർന്ന നേതാക്കന്മാർ താമസിക്കുന്ന അവരുടെ ഫ്ലാറ്റ്. അപ്പോൾ അന്നും ഒരുപാട് പോലീസുണ്ട്. ഞങ്ങളുടെയൊക്കെ കാർ സ്ഥിരമായിട്ട് അറിയാവുന്നതുകൊണ്ട് പോലീസ് അന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പോകുന്ന 11:10 രാത്രിയും അവിടെ നിന്ന് അതുവഴി പോകുന്ന എല്ലാ വാഹനങ്ങളുടെയും നമ്പർ എഴുതിയെടുത്ത് അവിടെ അവർക്ക് പരിചയമില്ലാത്ത വാഹനങ്ങളാണെങ്കിൽ എന്തിനു പോകുന്നു എന്ന് ചോദിച്ചിട്ടാണ് പോലീസുകാർ വിടുന്നത്. എൻ്റെ കാറിൻ്റെ നമ്പർ അറിയാന്നുള്ളതുകൊണ്ട് കാർ കാണുമ്പോൾ തന്നെ പോലീസുകാർ ചിരിച്ചിട്ടൊക്കെ കൈ കാണിച്ച് വിടും. അപ്പോൾ ആ ദിവസവും 11:10 ഞാൻ ജില്ലാ ഓഫീസിൽ ഞാനിന്ന് വന്നിട്ട് ക്യാമറ നോക്കി 11:10 ഞാൻ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴേക്കും അവിടെ ഒരു 10-15 പോലീസുകാർ അവിടെ ഇവിടെയൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽപ്പുണ്ട്. ആ ദിവസവും ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് മായക്ക് അറിയാമോ? ഞാനൊരു 10-30 വർഷമായിട്ട് ABVPയുടെ പോസ്റ്റർ പൊട്ടിച്ച് സൈക്കിളൊക്കെ ചവിട്ടി വിടുന്നത് വഴി നടന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് ഇങ്ങനെയൊക്കെ ലോ കോളേജിലൊക്കെ പ്രവർത്തി നടന്നതുകൊണ്ട് എനിക്ക് സ്ഥലങ്ങളൊക്കെ അറിയാം. നടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ആ ബൈക്കിലൊരു വ്യക്തി വരുന്നുണ്ടല്ലോ, അപ്രതിക്ക് എറിഞ്ഞ ആൾ, അയാൾ വരുന്നതും തിരിച്ചു പോകുന്നു കുന്നുകുഴി എന്ന് പറയുന്ന വാർഡ്, കുന്നുകുഴി സ്ഥലത്തു നിന്നാണ്. അത് മുളവന ജംഗ്ഷൻ പോയി റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലോ കോളേജ്, അതിൻ്റെ പുറകിൽ ബാർട്ടൺ ഹിൽ കോളനി, പിന്നെ ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അതായത് AKSൻ്റെ നേരെ പുറകിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻറ് സെൻറ്റർ, PNGയിലെ ലെഫ്റ്റ് സൈഡിൽ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള സ്റ്റുഡൻറ് സെൻറ്റർ, തൊട്ട് റോഡിനപ്പുറത്ത് യൂണിവേഴ്സിറ്റി കോളേജ്, അത് കഴിഞ്ഞാൽ ജനറൽ ഹോസ്പിറ്റൽ. ഞാൻ സൂചിപ്പിച്ചത് ഈ പ്രദേശത്തൊക്കെ തന്നെ കാറ്റ് എങ്ങോട്ട് വീശണമെന്ന് CPM പറയണം. പിന്നെ ഞങ്ങളൊക്കെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പ്രദേശം വഴി യാത്ര ചെയ്യാൻ പോലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഞാൻ ABPയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് കയറാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സാഹചര്യം മാറിയപ്പോഴാണ് ഞങ്ങളൊക്കെ തന്നെ ഇവിടെ കൃത്യമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ജംഗ്ഷനുകളിലൊക്കെ തന്നെ രാത്രിയും പകലും ഒക്കെ തന്നെ DYFIയുടെ പ്രവർത്തകർ, എനിക്ക് ഏറെക്കുറെ എല്ലാ പ്രവർത്തകരെയും പേരെടുത്ത് പറയാനുള്ള ബന്ധം കൊണ്ട് അറിയാം. ഇവരൊക്കെ തന്നെ അവരുടെ വട്ടമേശാ സമ്മേളനങ്ങളുമായിട്ട് രാത്രിയൊക്കെ കൂടുതൽ സ്ഥലമാണ്. കുന്നുകുഴി വാർഡ് എന്ന് പറഞ്ഞാൽ CPMൻ്റെ നല്ലൊരു ശക്തി കേന്ദ്രമായിട്ടുള്ള വാർഡാണ്. സാധാരണ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്, ഈ AKG സെൻ്ററിൻ്റെ താഴെ നിന്നും ബൈക്കിൽ നേരെ ചെന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻറ് സെൻറ്ററിൻ്റെ മതിൽ അടി അകത്ത് പോകാം, അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ ഗേറ്റുണ്ട്, അതുവഴി അങ്ങ് കയറാം. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ബാർട്ടൺ ഹിൽ കോളനി, ലോ കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഈ പ്രദേശത്ത് ബോംബെറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് യാത്ര ചെയ്തെത്താവുന്ന എല്ലാ സ്ഥലങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. രാത്രിയും പകലോട് ആൾക്കാരുണ്ട്. CPMന് ശക്തിയുണ്ട്. അവിടേക്ക് ഒന്ന് എനിക്ക് പറയാൻ യാതൊരു അഭിമാന കുറവുമില്ല. കാരണം യാഥാർത്ഥ്യമാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ഥലം, ഈ പ്രതി വന്ന് തിരിഞ്ഞ് ബോംബെറിയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു പെട്ടിക്കട കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല നാടൻ ഊണ്, ഉച്ചവരെ മാത്രമേ കടയുള്ളൂ, കിട്ടുന്ന കടയാണ് ആ കാണുന്നത്. അത് അവിടെ ഉച്ച കഴിയുമ്പോൾ അടയ്ക്കും, അതുകൊണ്ട് അവിടെ ആളുണ്ടാവില്ല. അപ്പോൾ ഇത്രയും നന്നായിട്ട് CPMൻ്റെ സജീവ സാന്നിധ്യമുള്ള സ്ഥലത്താണ് അദ്ദേഹം വന്നിട്ട് റിവേഴ്സ് എടുക്കുക, ബൈക്ക് ഇരുന്നിട്ട് എറിഞ്ഞിട്ട് പോവുകയല്ല, താഴെ നിന്നും വരുന്നു, വന്ന് 2 തവണ മുന്നിലേക്കും പിറകിലേക്കും എടുത്ത് തിരിച്ചു വച്ചിട്ടാണ് എറിയുന്നത്. ഇനി അപ്പോൾ അത്രത്തോളം സ്ഥലപരിചയമുള്ള, അല്ലെങ്കിൽ അവിടെ നിന്ന് വണ്ടി തിരിച്ചെറിഞ്ഞിട്ട് പോയാലും ഒന്നും സംഭവിക്കില്ലെന്ന് ഉത്തമ ബോധ്യമുള്ള വ്യക്തിയാണ് എറിഞ്ഞിരിക്കുന്നത്. ഒരു പരിചയമില്ലാത്ത, അല്ലെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടണമെന്നുള്ള മാത്രവുമല്ല, AKG സെൻ്ററിലേക്ക് പടക്കോ ബോംബോ പൊട്ടാസോ എറിഞ്ഞിട്ട് കുന്നുകുഴി ഭാഗത്തൂടെ രക്ഷപ്പെടാമെന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു. CPMകാരല്ലാത്ത ഒരാളും ചിന്തിക്കില്ല. ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അതിലെ പ്രതികളെ കണ്ടുപിടിക്കണം. അതിലെ പ്രതികളെ കണ്ടുപിടിക്കാതെ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം ഈ കേരള പോലീസ് 6 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ചേലാമ്പ്ര ബാങ്ക് കവർച്ച എന്ത് മനോഹരമായിട്ടാണ് മിടുമിടുക്കന്മാരായിട്ടുള്ള കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. ബണ്ടി ചോറിനെയൊക്കെ തന്നെ നിമിഷങ്ങൾ കൊണ്ട് കേരള പോലീസിലെ മിടുമിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാർ പോയി മുംബൈയിൽ പോയി ചെന്ന ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് വളരെ സൗന്ദര്യാത്മകമായി, അതായത് ഒരു കുറ്റാന്വേഷണത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന എല്ലാ വൈദഗ്ധ്യത്തോടും. കാരണം എന്താണ്, ചേലാമ്പ്ര പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണമില്ലായിരുന്നു, ബണ്ടി ചോറിന് രാഷ്ട്രീയ സംരക്ഷണമില്ലായിരുന്നു. അപ്പോൾ മിടുമിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരള പോലീസിൽ ഉണ്ട്. കഴിഞ്ഞ 6 വർഷം കൊണ്ട് കേരള പോലീസിന് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ 6 വർഷം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്തത്. അപ്പോൾ
ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ കീഴിൽ ആഭ്യന്തര വകുപ്പിൽ അതിനൊരു വന്ധ്യത ബാധിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ AKG സെന്റർ ആക്രമണ കേസിലെ പ്രതികളെ കണ്ടുപിടിക്കണം. ഞാനൊരു കാര്യം പറയാമായ, ഇവിടെ ഞാനിനി കുറച്ചുകൂടി തുറന്നങ്ങ് പറയാം. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ചെന്നകപ്പെട്ടിരിക്കുന്ന സാഹചര്യം വളരെ അപകടകരമാണ്. അതായത് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനും P കൃഷ്ണപിള്ളയും AKGയും ഒക്കെ തന്നെ നടന്നുണ്ടാക്കിയ പാർട്ടിയാണ് ഈ പാർട്ടി. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട VSന് കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയ ഒരു പ്രസ്താവന അദ്ദേഹം കൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ സ്വപ്ന സുരേഷിൻ്റെ കേരള മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത ആൾക്കാരെ ചുറ്റിപ്പറ്റിയുള്ള ഈ വിവാദങ്ങൾ വരുമ്പോഴേക്കും ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമായിരുന്നു. ഇന്ന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള യാതൊരു ചർച്ചയും നടക്കാത്ത തരത്തിൽ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് പാർട്ടി ചുരുങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത, വിദേശ ഭരണാധികാരിയുടെ ഭാര്യയ്ക്ക് അവിടെ ബിസിനസ് നടത്താൻ സൗകര്യം കിട്ടാൻ വേണ്ടി പാരിതോഷികം കൊടുക്കാൻ പോകുന്നു, അവർ റിജക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള എനിക്ക് വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. ഇവിടെ നടന്ന കാര്യങ്ങളിലെ ഓരോ ദിവസവും സജീവ ചർച്ച നടക്കുമ്പോൾ സ്വന്തം പാർട്ടി ഓഫീസിന് നേരെ ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ കൊണ്ട് പടക്കമെറിഞ്ഞിട്ടാണെങ്കിൽ പോലും ആ ചർച്ചകൾ വഴിതിരിച്ചു വിടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വം മാർക്സിസ്റ്റ് പാർട്ടിക്കും കേരള സംസ്ഥാനത്തിന്റെ ഭരണ തലപ്പത്തും എത്തിയെന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരായ അണികൾ ചിന്തിക്കണം. സ്വന്തം പാർട്ടി ഓഫീസിന് നേരെ ബോംബെറിഞ്ഞിട്ട് അതിനെ ചർച്ചയാക്കി വിടുന്നു. ഞാൻ ചോദിക്കട്ടെ, അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മറ്റ് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓഫീസ് പടക്കമെറിഞ്ഞ് അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉത്തരവിടണം. ഇനി കഴിഞ്ഞില്ലെന്നിരിക്കട്ടെ, അതിന് പറ്റുന്ന ഏജൻസികൾ ഈ രാജ്യത്തുണ്ടല്ലോ. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, AKG സെന്ററിലേക്ക് പടക്കമെറിഞ്ഞ ആൾ, ബോംബെറിഞ്ഞ ആൾ, അത് ബോംബോ പടക്കമോ ഓലപ്പടക്കമോ എന്ന് എനിക്കറിയില്ല, കയ്യിലെടുത്ത് തെറിയുന്ന കണ്ടു, പൊട്ടുന്നതും കണ്ടു, കണ്ടുപിടിക്കണം. ഇത്രയും മുതിർന്ന നേതാക്കൾ ആരവിടെ വരാത്തത്? മന്ത്രിമാരുടെ ഘോഷയാത്ര ഉണ്ടായിരുന്നല്ലോ. ഫോറൻസിക് വിദഗ്ധരെക്കാളും വളരെ വൈദഗ്ധ്യത്തോടുകൂടിയാണല്ലോ EP ജയരാജൻ പരിശോധിച്ചത്, PK ശ്രീമതി ടീച്ചർ പരിശോധിച്ചത്. ഇവരൊക്കെ പരിശോധിച്ചിട്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. എന്തേ കണ്ടുപിടിക്കാൻ? ഭരണകൂടത്തിന് അങ്ങനെ ഒരു അനുമതി നൽകാതിരിക്കാൻ സാധിക്കുകയില്ല. ഇപ്പം ഭരണകൂടത്തിൻ്റെ ഏത് തന്ത്രമാണ്, പ്രതിരോധ തന്ത്രമാണോ അതിബുദ്ധിയാണോ എന്നറിയില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ നിയമസഭയിൽ MLA മാരൊന്നുമില്ല, പക്ഷേ കേരളത്തിന് അറിയേണ്ടത്, പ്രത്യേകിച്ചും പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് അറിയേണ്ടത് AKG സെൻറ്റർ ആക്രമിച്ചത് ആരാണ്. അതിൻ്റെ കാരണം തിരുവനന്തപുരത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഇപ്പം ലീഗ് ഉൾപ്പെടെ ചില കേരള കോൺഗ്രസ് ഉൾപ്പെടെ അവരുടെ കേന്ദ്രങ്ങൾ അവർക്ക് കൂടുതൽ ശക്തിയുള്ള സ്ഥലത്താണ് എന്നുള്ള വസ്തുത ഞാൻ പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ സംസ്ഥാന കാര്യാലയം പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ ആ ഓഫീസ് കേന്ദ്രീകരിച്ച് എപ്പോഴും മന്ത്രിമാരും മുഖ്യമന്ത്രി അതുപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ കേന്ദ്രമന്ത്രിമാരൊക്കെ അവിടെ ഇങ്ങനെ വന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്ത് വന്ന് ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ട് പോകുമ്പോൾ അതിലെ പ്രതി ആരാണ് എന്ന് അറിയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഞങ്ങളൊക്കെ തന്നെ നല്ല ആശങ്കയിലാണ്. രാത്രി വന്ന് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൻ്റെ മുന്നിലേക്ക് ഒരാൾ പടക്കെറിഞ്ഞിട്ട് പോകുന്നു. അത് 3-4 ദിവസമായിട്ട് കണ്ടുപിടിക്കാൻ സംഭവിക്കുന്നില്ല. AKG സെൻറ്ററിൽ സംഭവിക്കുന്നത് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ള സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഓഫീസിൽ സംഭവിച്ചാൽ ഇതെന്തായിരിക്കും അവസ്ഥ? ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുവാനുള്ള അനുമതി കൊടുക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ അവർക്ക്. കാരണം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ AKG സെൻറ്റർ ആക്രമിച്ച വിഷയത്തിൽ സ്വാഭാവികമായിട്ടും പ്രതികളാരാണെന്ന് അറിയുവാനുള്ള അവകാശവും എല്ലാവരെക്കാളും കൂടുതൽ ആകാംക്ഷ അവിടെയുള്ള ആ പാർട്ടിയുടെ പ്രവർത്തകർക്കുണ്ടാവുകയില്ലേ? ആ AKG സെൻറ്റർ ഇരിക്കുന്ന സ്ഥലം അത് പാർട്ടി പ്രവർത്തകർ പണം കൊടുത്ത് വാങ്ങിയതല്ല. ഒരുപക്ഷെ ബിൽഡിംഗ് നിർമ്മിക്കുവാൻ വേണ്ടി പാർട്ടി പണം കണ്ടെത്തുകയാണ്. ആ സ്ഥലം പാർട്ടിയുടേതല്ല. ആ സ്ഥലം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് കൊടുത്ത സ്ഥലമല്ല. അത് പഠന ഗവേഷണത്തിന് വേണ്ടി AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊടുത്ത സ്ഥലമാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പാർട്ടി ഓഫീസൊന്ന് ബോർഡ് പോലും വയ്ക്കാൻ കഴിയാത്തൊരു സ്ഥലമാണ്. ഇന്ന് വരെയും AKG സെൻറ്റർ എന്നല്ലാതെ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്നൊരു ബോർഡ് നമ്മളവിടെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് ഗവൺമെൻറ് സ്ഥലമാണ്. അന്ന് ശ്രീ AK ആന്റണി നടത്തിയ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠന ഗവേഷണം നടത്താൻ കൊടുത്തൊരു സ്ഥലമാണ്. എന്നാൽ അതിന് തൊട്ട് എതിർഭാഗത്ത് ഇപ്പോൾ CPM പണം കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് അവർ സൈറ്റ് ഫോർ CPM സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നുള്ള ബോർഡ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് ബോർഡ് പോലും വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വസ്തുത ഈ ചർച്ചയ്ക്കിടയ്ക്ക് തന്നെ നമ്മൾ വീണ്ടും ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം
പഠന ഗവേഷണത്തിന് വേണ്ടി കൊടുത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് അവർ പാർട്ടി ഓഫീസാക്കി മാറ്റുകയും പാർട്ടി പ്രവർത്തനം നടത്തുകയും ചെയ്യുകയാണ്. അവിടെയാണ് ബോംബ് എറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ബിൽഡിംഗ് നിർമ്മിച്ചതിന് സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്ക് ഒരു വൈകാരിക വശമുണ്ടാകും. പാർട്ടി പ്രവർത്തകർ പണം കൊടുത്ത് ഉണ്ടാക്കിയതാണ്. അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു കേന്ദ്രമാണ്, വീടാണ്. ഞാൻ ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ആഗ്രഹം കാണില്ലേ അവരുടെ പാർട്ടി ഓഫീസിൽ രാത്രി 12 മണിക്ക് ആരാണോ എന്ന് പടക്കമറിഞ്ഞു തന്ന്? അങ്ങനെയുള്ള വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും സർക്കാരിന് അതിന് അനുമതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അനുമതി കൊടുത്താൽ തന്നെ കുറെ ചർച്ചകൾ നടന്നങ്ങ് പോകും, തള്ളാൻ സാധിക്കുമല്ലോ, അവർക്ക് ഭൂരിപക്ഷമുണ്ടല്ലോ. കാരണം AKG സെന്ററിൽ എറിയുന്നു ആ ഭാഗത്ത് തിരുവനന്തപുരത്തെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞോ? ആ കുന്നുകുഴി, അതുപോലെ തന്നെ ആ ലോ കോളേജിന്റെ താഴെ, പിന്നെ വരമ്പശ്ശേരി ജംഗ്ഷൻ, മുളവന ജംഗ്ഷൻ, അവിടെയൊക്കെ തൊട്ടപ്പുറത്ത് പോയി കണ്ണമൂല, ഈ ഭാഗത്തെ വാർഡുകളൊക്കെ തന്നെ CPM കയ്യിലിരിക്കുന്ന കോർപ്പറേഷൻ വാർഡുകളാ. അവിടെയൊക്കെ തന്നെ SFI DYFI പുറത്തോട്ട് രാത്രി. അപ്പൊ അവരുടെ കോട്ടയിലേക്കാണ് പടക്കം എറിഞ്ഞിട്ട് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ ആരെങ്കിലും തിരുവനന്തപുരത്തുള്ള കുറെ ഞാനിവിടെ പ്രാക്ടീസും കൂടെ ചെയ്തതുകൊണ്ട്, ക്രിമിനൽ കോടതി പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് ഏറെക്കുറെ ഗുണ്ടകളെയൊക്കെ എനിക്കും അറിയാം. ഒരു പ്രവർത്തകനും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന വ്യക്തിയും അങ്ങോട്ടേക്ക് പോകാൻ ധൈര്യപ്പെടില്ല. അല്ലാതെ അവർക്ക് രക്ഷപ്പെടാൻ ഇഷ്ടംപോലെ വഴിയുണ്ട്, ആ റോഡ് വഴി ഇഷ്ടപ്പെട്ട ഇഷ്ടംപോലെ വഴിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത് ഞാനിപ്പോൾ പറഞ്ഞതിന് ഉത്തമ ബോധ്യമായി കാണുമല്ലോ ആരാണ് ചെയ്തത്, എന്ത് ധൈര്യം. ഇനി അദ്ദേഹം കൂടുതൽ യാത്ര ചെയ്ത് കണ്ടുപിടിക്കാൻ തെളിവില്ല. എങ്ങനെ കൂടുതൽ യാത്ര ചെയ്യും? തൊട്ടപ്പുറത്ത് ഒരു മതിൽ ചാടി ആ റോഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ സ്റ്റുഡൻറ് സെൻ്ററിൻ്റെ അകത്തിലാണ് കയറുന്നത്. സ്റ്റുഡൻറ് സെൻ്ററിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ SFI യോ CPO പറയാതെ ഒരാളിനും അതിനകത്ത് എത്താൻ സാധിക്കില്ല. അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ എങ്ങനെയാണ് പിടിക്കാൻ സാധിക്കുന്നത്? സംസ്കൃത കോളേജ് ഒക്കെ കിടക്കയില്ലേ? ഞാൻ ആരെയും അവിടെ ഉള്ളവരെല്ലാം ചെയ്തു പറയില്ല. പക്ഷേ ഒരിക്കലും AKG സെന്ററിൽ പോകാൻ പറഞ്ഞൊരു വ്യക്തി കുന്നുകുഴി ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള തിരുവനന്തപുരത്തുകാർക്ക് എല്ലാം അറിയാം. ഇവിടെ ഈ തിരുവനന്തപുരത്ത് കൊണ്ടുവച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഞങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ സമരം ചെയ്യുന്നവരാ. സെക്രട്ടേറിയറ്റ് ആ കണ്ടോൺമെന്റ് ഭാഗത്തുള്ള 1-2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊള്ളാം, ബാക്കി ഒരൊറ്റ എണ്ണം വകയ്ക്ക് കൊള്ളാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അല്ല, ശ്രീമതി ടീച്ചർ ഇപ്പോൾ സീനിയർ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഏത് സമയത്ത് പാർട്ടി ഓഫീസറുണ്ടാകാം. ശ്രീമതി ടീച്ചറിൻ്റെ ഈ കമൻറ്റ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ശ്രീമതി ടീച്ചർ പീഡനം അളക്കാൻ പോയിട്ട് തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറഞ്ഞ് ശ്രീമതി ടീച്ചറിൻ്റെ ഈ തീവ്രത അളക്കാനുള്ള ഉപകരണം വല്ലതും ഉണ്ടായിരുന്നോ? അപ്പോൾ ശ്രീമതി ടീച്ചർ ഏത് കേസിൽ തൊട്ടിട്ടുണ്ടെങ്കിലും, ശ്രീമതി ടീച്ചർ ഏത് സംഭവത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിലും അത് സ്വാഹ. ടീച്ചറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന സംഭവം അപ്പോൾ തന്നെ അട്ടിമറിച്ചു എന്നുള്ള അട്ടിമറി വിദഗ്ധയാണ്. അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ടീച്ചർ കൈവച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ സംഭവം ഇങ്ങനെ ആവി മാറുകയുള്ളൂ ഞാൻ വിചാരിച്ചു. 2 പേരെയാ ടീച്ചർ ഞാൻ ചോദിക്കട്ടെ, മര്യാദയ്ക്ക് നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ടീച്ചറിനെ EPI വിടുവോ? ഇവർ 2 പേരും ചിറ്റപ്പനെ വിട്ടു കഴിഞ്ഞാൽ ഇവർ 2 പേരും കൈ വച്ചതോടുകൂടി നമുക്ക് മനസ്സിലായി ഈ സംഭവം അട്ടിമറിക്കുവാനുള്ള പ്ലാനാണെന്ന്. ഒരു കാരണവശാലും AKG സെന്ററിൽ ബോംബർ അല്ലെങ്കിൽ പടക്കം എന്താ എറിഞ്ഞിട്ട് ഇവർ കുന്നുകുഴി ഭാഗത്തേക്ക് രക്ഷപ്പെട്ടില്ല എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. മായ ഇപ്പോൾ ചോദിച്ചല്ലോ, പിന്തുടരാമായിരുന്നല്ലോ. മായ പിന്തുടരേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നിന്ന് 10 മിനിറ്റ് യാത്ര ചെയ്തെത്താവുന്ന ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും CPM സജീവ സാന്നിധ്യമുണ്ട്. ഒന്ന് മൊബൈലിൽ വിളിച്ചിട്ട് ഇതാ ഒരു സംശയാസ്പദമായ ഒരു ബൈക്ക് വരുന്നുണ്ട് സുഹൃത്തെ സഖാവേ ഒന്ന് പിടിച്ചോളണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഖാക്കന്മാർക്ക് തടഞ്ഞു നിർത്താവുന്നതേ ഉള്ളൂ. രാത്രി ഈ ആയിരക്കണക്കിന് വാഹനങ്ങളൊന്നും ആ ഇടറോഡിൽ കൂടെ രാത്രി പോകുന്നില്ലല്ലോ, 1-2 ബൈക്കല്ലേ പോകുന്നുള്ളൂ. ഒരു CPM-കാർ വിചാരിച്ചാൽ അവർക്ക് എങ്ങനെ പിടി ഒരു കല്ലെടുത്ത് എറിഞ്ഞാലും അത് നിർത്തൂലേ അവിടെ. ഇതൊന്നും ചെയ്യാതെ വന്ന വ്യക്തി വളരെ ആസ്വദിച്ച് വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്ന ലാഘവത്തോടെ ബൈക്ക് റിവേഴ്സ് ഗിയർ ഇട്ട് തിരിച്ച് AKG സെന്ററിന്റെ അവിടെ ലൈറ്റ് ബോർഡിനൊന്നും ഒരു കേട് സംഭവിക്കരുത്, ആ മെറ്റലിൽ മാത്രം വീണ് AKG ഹാളിൽ ഇറങ്ങിക്കണേ, സെന്ററിലല്ല. AKG സെന്ററിന് താഴെയാണ് ഹാള്. അവിടെ ഞാനിപ്പോൾ ഇങ്ങോട്ട് കാറിൽ വന്നപ്പോഴേ അവിടെ തിരിഞ്ഞു വന്നപ്പോഴേക്കും ആ മെറ്റലിലേക്ക് നോക്കി എന്നെ കണ്ടോ പോലീസുകാർ ചിരിക്കുക. ഞാൻ മെറ്റലിലേക്ക് നോക്കിയിട്ടാ വന്ന് വേറെ ഒരു സംഭവിക്കരുത്. ആ മെറ്റലിൽ എറിഞ്ഞിട്ട് പോകുമ്പോഴേക്കും എൻ്റെ പൊന്ന് ശ്രീമതി ടീച്ചറെ, നിങ്ങളൊക്കെ അകത്തുണ്ടായി തീരെ പിടിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങളൊക്കെ എങ്ങനെ കേരളത്തിൽ ജീവിക്കുമെന്ന് ആലോചിക്കുന്നത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി വന്നു. ഈ മുഖ്യമന്ത്രി വന്ന വിഷ്വൽസ് ഞാനിപ്പോൾ ജനത്തിൽ കണ്ടു. ഒരു 10-40 കാറ്, കറുത്ത കാറ്, വെളുത്ത കാറ്, ഇതിൻ്റെയൊക്കെ അകമ്പടിയോട് പോകുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടി ഓഫീസിൽ, അത് AK ഗോപാലൻ ആരാ? AK ഗോപാലൻ ഒന്നുമില്ലാത്ത സ്ഥലത്ത് പാർട്ടിയുടെ പെർമിഷൻ പോലും വാങ്ങാതെ സമരം നടത്തുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സമരം വിജയിപ്പിച്ച് പാർട്ടി ഉണ്ടാക്കിയ വ്യക്തിയാണ്. ആ AK ഗോപാലൻ്റെ പേരിലുള്ള ഓഫീസിലേക്ക് ഈ സീതാറാം യെച്ചൂരിയുടെ പോയി കിടക്കുന്നു.
തൊട്ട പോളിറ്റ് ബ്യൂറോ കൂടുമല്ലോ. സീറോ കൊച്ചി ഇതൊന്നും അറിഞ്ഞില്ലേ? യെച്ചൂരിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടില്ലല്ലോ. യെച്ചൂരി വരണ്ടേ ഇവിടെ? ഈ പാർട്ടി യെച്ചൂരിയുടെ പാർട്ടി യെച്ചൂരിക്ക് എന്തെങ്കിലും നിവൃത്തിയുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഇവിടെ ഇത് എറിഞ്ഞിട്ട് യെച്ചൂരിക്ക് വരണ്ടേ? യെച്ചൂരിക്ക് വന്നാൽ ജനങ്ങളോട് സമയമായിരിക്കുകയാണ്. ആത്മാഭിമാനം ഇല്ലെങ്കിലും യെച്ചൂരി അത് പണയപ്പെടുത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹം വരാത്തത്.